ഇന്ത്യ ഭരിക്കുന്ന ഭരണാധികാരികൾ നമ്മുടെ രാജ്യത്തെ ഭരണഘടനയും നിയമനിർമ്മാണങ്ങളും രാജ്യത്തിൻ്റെ എല്ലാ തരത്തിലുള്ള മുന്നോട്ടുള്ള യാത്രയിലും നമ്മൾ നേരത്തെ സൃഷ്ടിച്ചെടുത്ത എല്ലാം തകർത്തുകൊണ്ട് അവർ രാജ്യത്തൊരു ഫാസിസ്റ്റ് ഭരണരീതി നടപ്പിൽ വരുത്താൻ വേണ്ടി ഇലക്ഷൻ കമ്മീഷനെ പോലും വരുതിയിലാക്കാനുള്ള ശ്രമം നടത്തുന്നു. തെരഞ്ഞെടുപ്പാണ് നിർണായകമായ കാര്യം. ജനങ്ങൾ വോട്ട് ചെയ്യുന്നതാണ്. ജനങ്ങളെ വോട്ട് അട്ടിമറിക്കാൻ വേണ്ടി നിഷ്പ്രയാസം കഴിയുമെന്ന് തെളിയിച്ച ഒരു ഗവൺമെന്റ് നമ്മുടെ മുമ്പിൽ നിൽക്കുക. ആ ഗവൺമെന്റ് തലവൻ ഇന്നലെ പറഞ്ഞ കാര്യം ഞാൻ ഓർക്കുക. RSS ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനകീയ പ്രസ്ഥാനം, സാമൂഹ്യ ജീവിതത്തിൽ ജനങ്ങൾക്ക് ആവശ്യമായ സഹായം ചെയ്യാനുള്ള പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ നമ്മൾ മറക്കരുത്. മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്ന നാഥുറാം വിനായക് ഗോഡ്സെ മറക്കരുത്. ആ ഗോഡ്സെ വെടിവെച്ച് കൊന്നതിന് ശേഷം RSSനെ നിരോധിച്ച കാര്യം മറക്കരുത്. നിരോധനമുണ്ടായ RSS എന്തിനാ നിരോധിച്ചത്? ആ RSSനെ കുറിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇപ്പൊ പറയുക RSSനെ വെള്ളപൂശിക്കൊണ്ട് വരുന്നു.